ഹായ് കുട്ടികളെ, നമസ്കാരം. എല്ലാവർക്കും കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അയ്യപ്പൻ്റെ പ്രതിഷ്ഠയെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ഇന്ന് ഞാൻ അയ്യപ്പൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള കഥ നിങ്ങളോട് പറയാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യണം. അദ്ദേഹത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് പറയാം. ഒരിക്കൽ ക്ഷേത്രത്തിൻ്റെ വക പുരയിടത്തിൽ കയറി ഒരാൾ തേങ്ങ മോഷണം നടത്തുന്നത് കണ്ടു. അതുവഴി വന്ന വഴിയാത്രക്കാരൻ അത് കണ്ട് പറഞ്ഞു, അയ്യോ, അയ്യപ്പസ്വാമിയുടെ പുരയിടത്തിലെ തേങ്ങയാണ്, മോഷണം നടത്തരുതേ എന്ന്. അത് കേട്ട് മോഷ്ടാവ് ചോദിച്ചു, എന്താ അയ്യപ്പൻ്റെ തേങ്ങയ്ക്ക് കൊമ്പും തുമ്പിക്കൈയുണ്ടോ? ചിലപ്പോൾ കണ്ടെന്നു വരാം എന്ന് പറഞ്ഞ് വഴിയാത്രക്കാരൻ നടന്നുപോയി. അയാൾ അത് കാര്യമാക്കാതെ ആ ഒരു കുല തേങ്ങയിലും ചെറിയ കൊമ്പും തുമ്പിക്കൈയും കണ്ടു. അത് കണ്ട് അവർ ഞെട്ടിപ്പോയി. വഴിയാത്രക്കാരൻ പറഞ്ഞത് സത്യമായല്ലോ, അയ്യപ്പൻ്റെ ശക്തിയായിരിക്കും, അയ്യപ്പൻ്റെ മാഹാത്മ്യം അവർക്ക് മനസ്സിലായി. അപ്പോഴേക്കും കാവൽക്കാർ ഓടിയെത്തി. പലതും ചോദിച്ചു, പക്ഷേ അവരുടെ സംസാരശേഷി നഷ്ടപ്പെട്ടു. കാവൽക്കാർ ഇവർ കള്ളന്മാർ തന്നെ എന്ന് മനസ്സിലായി. പിന്നീട് അവിടെ കിടന്ന നാളികേരം എടുക്കാൻ ഭാവിച്ച് കാവൽക്കാരെ കുനിഞ്ഞ് നാളികേരം കയ്യിലെടുക്കാൻ നോക്കിയപ്പോൾ അവർ ഞെട്ടിത്തിരിച്ചുപോയി. നാളികേരത്തിന് കൊമ്പും തുമ്പിക്കൈയും. അവർ അറിയാതെ അയ്യപ്പാ എന്ന് ഉറക്കെ വിളിച്ചുപോയി. ആ സമയം നേരത്തെ കണ്ട വഴിയാത്രക്കാരൻ തിരിച്ചെത്തി. തസ്കരന്മാരെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അത് കണ്ട് അവർ അസ്തപ്രജ്ഞരായി മൂകമായി നിന്ന് അവർ ഉറക്കെ അയ്യപ്പാ എന്ന് വിളിച്ചു. ഞങ്ങളോട് പൊറുക്കേണമേ എന്ന് പ്രാർത്ഥിക്കുകയും. വഴിയാത്രക്കാരൻ കാവൽക്കാരോട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. കാവൽക്കാർക്കും അവരുടെ കർത്തവ്യം ശരിയായി നോക്കിയില്ലല്ലോ എന്ന കുറ്റബോധം തോന്നി. വഴിയാത്രക്കാരൻ മടങ്ങിപ്പോവുകയും ചെയ്തു. അപ്പോഴേക്കും നാട്ടുകാര് വിവരമറിഞ്ഞ് ഓടിയെത്തി. എല്ലാവരും വിവരങ്ങൾ അറിഞ്ഞ് അത്ഭുതപ്പെട്ട് സപ്തരായി നിൽക്കുകയാണ്. ആ വഴിയാത്രക്കാരൻ ആരാണ്? ഞങ്ങൾ ആരും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, കാവൽക്കാർ പറഞ്ഞു. അവരെല്ലാവരും ഒരുപോലെ പറഞ്ഞു, വഴിയാത്രക്കാരൻ മറ്റാരുമല്ല, നമ്മുടെ അയ്യപ്പസ്വാമി തന്നെ ആയിരിക്കും. കള്ളന്മാരെ കൊണ്ട് അതെടുപ്പിച്ച് നടയിൽ കൊണ്ട് സമർപ്പിച്ചു. അവര് തന്റെ തെറ്റിന് മാപ്പ് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. പല തേങ്ങയും അതിൽ നിന്ന് പൊഴിഞ്ഞു പോയെങ്കിലും ഇപ്പോഴും 2 തേങ്ങ മണ്ഡപത്തിൽ കെട്ടിച്ചെടുത്ത് കാണാൻ കഴിയും. അതുപോലെ ശബരിമല ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് കെട്ടുമുറുക്കി ഇവിടെ വന്ന് തൊഴുത് മടങ്ങിയാൽ മതി എന്നുള്ള ഒരു അരുളപ്പാടും അയ്യപ്പൻ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. അതിന് സംഗീത സംവിധായകൻ ദക്ഷിണാമൂർത്തികളുമായി ബന്ധപ്പെട്ട ഒരു കഥയുമുണ്ട്. അതാണ് അടുത്ത അദ്ദേഹത്തിന്റെ അത്ഭുതം. ദക്ഷിണാമൂർത്തി സ്വാമികൾ പതിവായി എല്ലാ വർഷവും ശബരിമലയ്ക്ക് പോകാറുണ്ടായിരുന്നു. ഒരു വർഷം അദ്ദേഹത്തിന് ശബരിമലയിൽ പോകാൻ സാധിച്ചില്ല. രോഗം വന്ന് അദ്ദേഹത്തിന് ആ യാത്ര മുടങ്ങിപ്പോയി. വലിയ വിഷമമുണ്ടായി. അദ്ദേഹം അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിച്ചു. തന്റെ ദുഃഖം പറഞ്ഞ് മനമുരുകി പ്രാർത്ഥിച്ചു. അധികം വൈകാതെ അദ്ദേഹത്തിന് സ്വപ്ന ദർശനമുണ്ടായി. തകഴിയിൽ അയ്യപ്പനെ വന്ന് തൊഴുതാൽ മതി, എന്നെ ശബരിമലയിൽ വന്ന് തൊഴുന്ന പോലെയുള്ള പുണ്യം കിട്ടുമെന്നും അതുകൊണ്ട് തകഴിയിൽ പോയി തൊഴുതു. അന്നു മുതൽ ഇവിടെയായിരുന്നു സ്വാമിജികൾ എത്തിയിരുന്നത്. അമ്പലപ്പുഴ എത്തി കെട്ടുമുറുക്കി ഇരുമുടി കെട്ടുമായി കുടുംബാംഗങ്ങളുമൊത്ത് ഇവിടെ എത്തി അയ്യപ്പ ദർശനം നടത്തുകയായിരുന്നു. അതുപോലെ പലരും കണ്ടിട്ടുണ്ടാകും ദക്ഷിണാമൂർത്തി സ്വാമികളുടെ കഴുത്തിലെ സ്വർണ്ണ രുദ്രാക്ഷമാല. ഒരിക്കൽ അദ്ദേഹം അത് പൂജിക്കുന്നതിന് മേൽശാന്തിയെ ഏൽപ്പിച്ചു. മേൽശാന്തി അത് തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു. പിന്നീട് തന്ത്രിവര്യൻ വന്ന് പൂജിച്ച് തിരികെ നൽകി. അദ്ദേഹം അത് പ്രസാദത്തിന്റെ കൂടെ വിരിയിൽ വെക്കുകയും ചെയ്തു. പിന്നീട് വിശ്രമത്തിന് ശേഷം അദ്ദേഹം കൂട്ടരുമൊത്ത് യാത്രയായി. വാഹനം വിടാൻ തുടങ്ങിയതും ഒരു കൊച്ചുകുട്ടി സ്വാമിയുടെ മാല ഇതുകൂടി കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വണ്ടിയുടെ അടുത്തേക്ക് വന്നു. അപ്പോഴാണ് കഴുത്തിൽ മാല ഇല്ല എന്ന് സ്വാമിജികൾ അറിഞ്ഞത്. 7 വയസ്സുള്ള ഒരു കൊച്ചു കോമള ബാലൻ. അദ്ദേഹം അയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് ആ മാല കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങി കഴുത്തിലണിഞ്ഞു. പെട്ടെന്ന് ആ കുട്ടി മടങ്ങിപ്പോവുകയും ചെയ്തു. അയ്യോ, ആ കുഞ്ഞിനോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നോർത്ത് അദ്ദേഹം വണ്ടിയിൽ നിന്നിറങ്ങി ക്ഷേത്ര പരിസരത്ത് എത്തി. ആ കുട്ടിയെ അന്വേഷിച്ചിട്ട് കണ്ടെത്തിയില്ല. വേഗം അദ്ദേഹം ക്ഷേത്രത്തിലെത്തി ഒന്നുകൂടി തൊഴുതു. തന്ത്രി അദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്ങ് കൊടുത്തയച്ച മാല കിട്ടി. ആ കുട്ടിയെ അന്വേഷിച്ച് വന്നതാണ് ഞാൻ ആരുടെയും കൈവശം മാല കൊടുത്തയച്ചിട്ടില്ലല്ലോ, അങ്ങയുടെ കയ്യിൽ തന്നെയല്ലേ നേരിട്ട് തന്നത്. സ്വാമിയും മറ്റുള്ളവരും പറയുന്നത് കേട്ട് എനിക്ക് മനസ്സിലായില്ലല്ലോ. അപ്പോഴാണ് ദക്ഷിണാമൂർത്തി സ്വാമികൾ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അവരെല്ലാവരും പറഞ്ഞു, അങ്ങനെ ഒരു കുട്ടിയെ നേരത്തെ കണ്ടിട്ടുമില്ല, ഞാൻ മാല കൊടുത്തയച്ചിട്ടുമില്ലല്ലോ, അത് അയ്യപ്പസ്വാമി തന്നെയാണെന്ന് മനസ്സിലായി. ദക്ഷിണാമൂർത്തികളുടെ വകയായി ഇന്നും മകരവിളക്കിന് കീർത്തനം, പുഷ്പാഭിഷേകം, ദീപാലങ്കാരം മുതലായവയുണ്ട്. 2002 വരെ സ്വാമികൾ ശബരിമലയ്ക്ക് പോകുന്നതിന് പകരമായി തകഴിയിൽ അയ്യപ്പനെ വന്ന് തൊഴുതു മടങ്ങുകയായിരുന്നു പതിവ്. പിന്നീട് കുടുംബത്തിൽ നിന്ന് ആരും വരാതെയായി. കുറച്ചു നാളൊക്കെ വന്നിരുന്നു. കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ വരുന്നത് നിർത്തി. എന്നാൽ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ വന്നതിനാൽ വീണ്ടും കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് തൊഴുത് മടങ്ങും. ശരണമന്ത്രങ്ങൾ കൊണ്ട് ഒരു ശബരിമല തന്നെയാകും ആ ക്ഷേത്ര പരിസരം ആ സമയം. മണ്ഡലകാലം പ്രത്യേകിച്ച് ആ ദിവ്യശക്തിയും സാന്നിധ്യവും ഞങ്ങളെ ഇന്നും നയിക്കുന്നത്. എനിക്കും ആ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ ഭജനയിലും അദ്ദേഹത്തിൻ്റെ കീർത്തനാലാപനത്തിലും ശാസ്താപ്രീതി നടത്തുന്ന
ആ അന്നദാനത്തിലുമൊക്കെ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതും ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു. ഇനിയും അദ്ദേഹത്തിൻ്റെ അത്ഭുതങ്ങൾ ഒരുപാടുണ്ട് പറയാൻ. അടുത്ത വീഡിയോകളിൽ അദ്ദേഹത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് പറയാം. നിങ്ങളെല്ലാവരും ഇത് കേട്ടിട്ട് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വേണം. നമസ്കാരം. വീണ്ടും കാണാം.